ഹായ് ഫ്രണ്ട്സ്, ലോ ലൈഫ് ആൻഡ് ലേഔട്ട്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ പറയുന്നത് ഒരു വർഷത്തെ നക്ഷത്ര ഫലമാണ്. മകരസംക്രമം മുതൽ ഒരു വർഷത്തെ നക്ഷത്ര ഫലം മകരസംക്രമത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എഴുതിയത്. അതുപോലെ ഇതിൻ്റെ പരിഹാരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ കൂറ് മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തിക, കാൽപം. ശനി കണ്ടകശനിയായിട്ടാണുള്ളത്. കണ്ടകശനിക്കാലം ആയതിനാൽ എല്ലാ പ്രവർത്തനങ്ങളും മേടക്കൂറുകാർക്ക് തടസ്സമുണ്ടാകും. ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ അധാർമികമായ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കണം. അതുപോലെ വ്യാഴം 3-ാം ഭാവത്തിലാണ്. അത് അശുഭമായ അവസ്ഥയിലാണ്. ജൂൺ 2-ന് ശേഷം വ്യാഴത്തിൻ്റെ വ്യാഴം അവസ്ഥ മാറുന്നുണ്ട്. അപ്പോൾ വ്യാഴം ജൂൺ 2-ന് ശേഷം കർക്കിടക രാശിയിൽ പ്രവേശിക്കും. അതിൻ്റെ ഉച്ചരാശിയാണ്. അതോടുകൂടി ഗുണഫലങ്ങൾ വർദ്ധിക്കും. അത് വ്യാഴം 3-ാം ഭാവത്തിലായതുകൊണ്ട് ദൈവീകമായ അനുഗ്രഹങ്ങൾ കുറയും. ജൂൺ 2 വരെ. പണവരവ് വർദ്ധിക്കും. അതുപോലെ കള്ളന്മാരുടെ ശല്യത്തെ സൂക്ഷിക്കണം. അതുപോലെ സമ്പത്ത് പൈതൃകമായി ലഭിക്കും. പൈതൃകമായുള്ള പ്രോപ്പർട്ടിയിൽ നിന്നൊക്കെ സമ്പത്തും ലഭിക്കാറുണ്ട്. അതുപോലെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും, പ്രത്യേകിച്ച് വിദേശമായിട്ടുള്ള ബന്ധത്തിൽ. സർക്കാരിൽ നിന്നും സഹോദരനിൽ നിന്നും സഹായം കിട്ടും. കാർഷിക വൃത്തിയിൽ നഷ്ടമുണ്ടാകും. അതുപോലെ ലൈസൻസ് മടി ഒഴിവാക്കണം. പുതിയ പ്രവർത്തനങ്ങളെല്ലാം ജൂൺ 2-ന് ശേഷം തുടങ്ങുക. പരിഹാരം അയ്യപ്പസ്വാമിക്ക് നീലാഞ്ജനം, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക. കുടുംബക്ഷേത്രത്തിൽ ഗുളികന് വേണ്ടിയിട്ട് ഇളനീർ സമർപ്പിക്കുക. ശിവക്ഷേത്രത്തിൽ ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുക. സർപ്പങ്ങൾക്ക് അതുപോലെ പാമ്പുമേക്കാവിൽ കദളി പഴം നിവേദിക്കുക. ഈ മന്ത്രം ജപിക്കുക. ഓം നമോ നാരായണ മന്ത്രം ജപിക്കുക. കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൊറോസ്കോപ്പ് ജാതകം പരിശോധിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.